ഈ സർക്കാരിൻ്റെ മെക്കാനിസം പ്രവർത്തിക്കുന്നില്ല. അതിനോട് കണിശമുള്ള വർത്തമാനം, അതായത് ഈ UDF-നകത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതസംഘടനകൾ, SDPI പോലെയുള്ള പാർട്ടികൾ കടന്നു കയറിയിരിക്കുന്നു, മുസ്ലിം സമുദായത്തിനകത്തേക്ക് റീച്ച് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് 15 തവണ പറയുമ്പോൾ ഒരു തവണയെങ്കിലും അതിൻ്റെ റേഷ്യോ പരിശോധിച്ച് നോക്കുക, കാസ അപകടകരമാണെന്ന് CPM-ൻ്റെ ഒരു ക്യാമ്പയിനായിട്ട് അവരെടുത്തിട്ടില്ല. അത് ഇപ്പുറത്ത് UDF-നകത്ത് മതസാമുദായിക സംഘടനകളാണ് UDF-നെ ഡ്രൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരു വലിയ ക്യാമ്പയിൻ അവർ നടത്തിക്കൊണ്ടിരിക്കവേ, അപ്പുറത്ത് കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ ക്രിസ്ത്യൻ മൈനോറിറ്റിക്കകത്ത് കടന്നു കയറി അതിൻ്റെ ബിഷപ്പുമാരെ വരെ സ്വാധീനിക്കുകയും അവർ പോലും വർഗീയത പറയുന്നവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് അപകടകരമാണെന്ന് പറയാൻ കുറച്ചൊരു വ്യായാമം വേണ്ടേ? അതെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മാത്രമാണ് MV ഗോവിന്ദൻ്റെ മറുപടി കാസയും അപകടകരമാണ് എന്ന് പറയുന്നത്. അല്ലാതെ അതിനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ അവർ ഏറ്റെടുക്കുന്നതേയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആ പാർട്ടി വേറെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പുരോഹിതനെ കുട്ടികൾ കളിക്കുന്നിടയ്ക്ക് ബൈക്കിൻ്റെ തണ്ട് കൊണ്ട് വീണുപോയപ്പോൾ അത് വധശ്രമമാണെന്നുള്ള അന്ന് ഈ കുത്തിരിപ്പുണ്ടാക്കിയ ആളാരാണ്? PC ജോർജാണ്. അന്ന് അതിനോട് എന്താണ് സർക്കാർ എടുത്ത സമീപനം? ആ പിള്ളേരെ മുഴുവൻ പിടിച്ച് ജയിലിലിടുകയാണ്. എന്നിട്ട് പിള്ളേർ മര്യാദകൾ കാണിച്ചു എന്നാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്. അതൊരു രഹസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല, ആ പോർഷൻ മാത്രം കട്ട് ചെയ്ത് പുറത്തിറക്കി എന്ന് പ്രചരിപ്പിച്ചു. എന്ന് വെച്ചാൽ കാസ ഉയർത്തിക്കൊണ്ടുവരുന്ന പൊളിറ്റിക്കൽ പ്രോജക്റ്റിനോട് ഞങ്ങൾക്കങ്ങനെ കണിശമായ സമീപനമൊന്നുമില്ല എന്ന സന്ദേശം കൊടുക്കാനായിരുന്നു അത്. അപ്പോൾ ഇത് നമ്മൾ